ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ നമുക്കിന്ന് കുറച്ച് കറൻസി കളക്ഷൻസ് ഉണ്ടല്ലോ. നമ്മൾ അളിയൻ്റെ അടുത്തുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ. ഇത് കുറച്ച് കൺട്രീസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കേ. അപ്പോൾ ഈ ഒരു നോട്ട് ഭൂട്ടാനിലത്തെയാണ്. നമുക്കിത് അറിഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ മേലെ ചക്ക പോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വായിച്ചിട്ട് പറയാനില്ല, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ. ഇത് ലങ്ക. ഇതിന് കുറച്ച് പേർക്കൊക്കെ അറിയുണ്ടായിരിക്കും. നമ്മൾ ഒമാനിലത്തെ കറൻസിയാണ്. പിന്നെ ഇത് വന്നിട്ട് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ കറൻസി. ഇങ്ങനെ മടക്കമൊക്കെ വന്നിക്കണം. അത് വെച്ചാൽ ശരിയില്ല, ഇനി അതുകൊണ്ട് ഇക്കാരം. ഇത് പിന്നെ അവിടുത്തെ എനിക്ക് തിരിഞ്ഞില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കി കൊള്ളിട്ടാ. എഴുതി നമുക്ക് മനസ്സിലായില്ല. പിന്നെ ഇത് നമ്മുടെ സൗദി അറേബ്യയാണ്. ഈ നോട്ടും ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത് കാണാത്തവരായിട്ട് പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. ഇത് നമ്മൾ UAE കറൻസിയാണ്. പിന്നെ ഇതും ഒമാൻ തന്നെയാണ് കേട്ടോ. പിന്നെന്താ, ഇത് ബഹ്റൈനത്തെ നോട്ടൊന്നും ഞാൻ കണ്ടില്ല. കുറേ നോട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടല്ലേ ഒമാനത്തെ കുറേ ഉണ്ടല്ലോ. എന്തോ. പിന്നെ ഇത് എവിടുത്തെയാണ്, റിയോൽ. ഇത് ഖത്തർ അല്ലെങ്കിൽ ഖത്തറിലാണ് കേട്ടോ. ഈ ഡോളർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നല്ലാതെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് മക്കളെ അമേരിക്കൻ ഡോളർ. ഞാൻ കണ്ടില്ലേന്ന്, ഇപ്പോഴാണ് കണ്ട്. വെറുതെ ഇങ്ങനെ ഈ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ. ഇതെന്താണ്, ഇൻഹാങ്ങോ? നമ്മൾ ചൈനക്കാർ ടേക്കാരോ കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അല്ലാതെ പോയാലോ. പിന്നെ ഇത് ആങ്കോള ക്വൻസാസ്. എവിടെയാണാവും പഠിച്ചോഎനിക്കറിയാം. നെക്സ്റ്റ് കറൻസിയാണ് ഗൈസ്, ബംഗ്ലാദേശ്. വാവ്, ഒക്കെ ഒരു റെഡിഷില്ല. എന്തപ്പോൾ ഇത് കഥ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ലോങ്ങാണ് വീഡിയോ. അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. അപ്പോൾ നോട്ട്സ് കണ്ടോളി. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഇന്ത്യൻ കറൻസീസ് കാണാം കേട്ടോ. ഇതൊക്കെ ഈ ഒരു 100 രൂപയൊക്കെ കണ്ടുണ്ടോ? ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പണ്ടൊക്കെ എത്ര മോന് പറയാ, അളിയനക്ക് ചെറുപ്പത്തിൽ എന്താ പറയുക, സക്കാത്ത് കിട്ടിയ പൈസ ഇല്ലേ, അതടക്കമുണ്ട് ഇതിലെന്ന്. ഓന് ചെറുമാതിരിയൊക്കെ തള്ളിയതാണ്. പിന്നെ ഈ ഒരു 50 നോട്ട്. ഇതൊക്കെ കണ്ടുണ്ടോ? ഇത് കണ്ടതായിട്ടൊന്നും ഒരു ഓർമ്മയില്ല. ഇനിയിപ്പോൾ കണ്ടുകണേലും ഒരു ഓർമ്മയില്ല. ഇതൊക്കെ ഏതാണ്ടൊക്കെ ഒരു പരിവായിക്കണം കേട്ടോ. എടുത്ത് വെച്ചിട്ട് അങ്ങനെ കേടരണം. ഈ ഒരു 20 നോട്ട് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു 2 കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഇത് എന്താണ്, നമ്മളെ ഇൻസ്റ്റയിലൊക്കെ പറഞ്ഞതല്ലേ, അത് 1 രൂപയുടെ നോട്ടൊക്കെ കൊടുത്താൽ എന്തൊക്കെ കിട്ടുന്ന, എന്തൊക്കെ ആക്കുന്ന, എന്തൊക്കെ പറഞ്ഞിട്ട് ആ പാടയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്.
പിന്നെ ഇതൊക്കെ പുത്തൻ നോട്ട് പോലെ ഉണ്ട് കേട്ടോ, ഒരു മടക്ക് പോലും വരാതെ അങ്ങനെയുള്ള നോട്ടുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്നുമില്ല, പുതിയ നോട്ട് പോലെ ഉണ്ട്. 10 രൂപയുടെ നോട്ട്, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു നോട്ട് നല്ല രസമില്ലേ കാണാൻ, അടിപൊളിയല്ലേ, നല്ല സ്റ്റേറ്റാണ്, എന്തോ ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നോട്ടുകൾ എന്തിനാലും നല്ല, ഈ ഒരു 5 രൂപയ്ക്ക് ഇതൊക്കെ എന്ത് കഥ. ഡേറ്റും അല്ല ഇയറൊന്നും അതിന്മേലില്ല. ഇപ്പോഴത്തെ നോട്ടുമ്പിലൊക്കെ പിന്നെ ഇയർ ഉണ്ടാവുമല്ലോ, ഇതുമ്മിലൊന്നും ഇയർ കാണുന്നില്ല കേട്ടോ. ഈ ഒരു നോട്ടൊക്കെ പിന്നെയും കണ്ടിട്ടുണ്ട്, കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഇത് പിന്നെ ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ, എന്നാലും അങ്ങനെയൊന്നും കൊണ്ട് കാണൂല, എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടും അങ്ങനെ. ഇതിലില്ലാത്ത നോട്ട് ഉള്ളത് നമ്മൾ ലാസ്റ്റ് 500-ൻ്റെ 1000-ൻ്റെ നോട്ടുണ്ടല്ലോ, ആ 2 നോട്ട് ഇതിലില്ല. എൻ്റെ അറിവിൽ ആ ഒരു 2 നോട്ടാണ് ഇപ്പോൾ ഇതിൽ കാണാത്തതായിട്ട്. ബാക്കിയുള്ളതൊന്നും പിന്നെ നമുക്കറിയില്ലല്ലോ. ഇതാ ഈ ഒരു 1 രൂപ, ഇതൊക്കെ കൊടുത്താൽ വല്ലതും കിട്ടണം അല്ലേ, ഇത്ര പോരാണ്, എന്തപ്പം കഥ. 1 രൂപ കുറേ ഉണ്ട് കേട്ടോ. ഇതിൽ ഈ നോട്ടിനൊന്നും ഒരു മടക്കോ ഒന്നുമില്ല, പുത്തനാണ്, പുത്തൻ. കിട്ടിയ പാട് എടുത്തുവെച്ചാൽ തോന്നുന്നുണ്ട്. പിന്നെ കുറേ കോയിൻസ് ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഇതൊക്കെ വല്ല ത്രാസ് പോയി, ഇത് കോയിൻ തന്നെയാണോ? എനിക്ക് വിശ്വാസമാണില്ല ഇത് കോയിനാണെന്ന്. ഇത് പൈസ തന്നെയാണോ? ജാമ്പോൻ്റെ കാലത്തുള്ള തോന്നുന്നുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സാധനം. കോയിൻ തന്നെയാണോ എന്താണെന്നുള്ളത് അറിയില്ല, കോയിനാണ് പറഞ്ഞിട്ടാണ് അതിൽ വെച്ചിക്കണത്, കോയിൻ തന്നെയാണെന്നുള്ളത്. പിന്നെ 20 പൈസ, ഇത് 2 പൈസ, 20 പൈസ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ. ഇതൊക്കെ ഇനി ഇന്ത്യത്തെ ഉണ്ട്, അല്ലാതെ ഉണ്ട് കേട്ടോ, മൊത്തത്തിലുണ്ട്. ഇവിടുത്തെ എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. അത് 20 പൈസ, ഇതൊന്നും കണ്ടിട്ടില്ല. 20 പൈസ, 5 പൈസ, 10 പൈസ. നമ്മളെ ഉമ്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊക്കെ കൊടുത്തിട്ട് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ള സ്റ്റോറീസൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. ഇത് 50 പൈസ തോന്നുന്നുണ്ട്. 50 പൈസ ഒക്കെ പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് 2 പൈസ, 10 പൈസ. ഈ ഒരു ഐറ്റം ഏത് ജാമ്പോൻ്റെ കാലത്തുള്ളതാണോ? ഇത് ഫിലിപ്പീനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഇത് ബ്രിട്ടീഷിന്റെ 1940 ഏതൊക്കെ സ്ഥലങ്ങളത്തെ രാജ്യങ്ങളത്തൊക്കെ 1944-ത്തെ 2 പൈസ. അതിന്റെ ബാക്കിൽ ബ്രിട്ടീഷിന്റെ ഫോട്ടോ കണ്ടോ. ബ്രിട്ടീഷ് ഒന്നും നമ്മളതൊന്നും കണ്ടിട്ടില്ലേ. കൊടുത്തണോ ലങ്കത്തെ 5 റുപ്പീസാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇതും ഇത് 1989-ത്തെ 1 രൂപ, 1 റുപ്പി. ഇതൊക്കെ ഇപ്പോൾ ഓടുണ്ടോ? അയ്യോ നമ്മളെ എലിസബത്ത് 500 ദിർഹം വെച്ചിട്ട് ഓസ്ട്രേലിയയാണ്. 500 ദിർഹം വെച്ചാൽ പിന്നെ കാനഡ 1964-ത്തെ 1 രൂപ. ഇത് 500. ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്, ലൈറ്റും പോയി. പോളണ്ടോ 1800.
അപ്പോൾ അതാ നമ്മളെ കളക്ഷൻസൊക്കെ കണ്ടില്ലേ. ഈ കോയിൻസ് ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിക്കൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്